എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. മുടി നരയ്ക്കുന്ന അവസ്ഥ എല്ലാവർക്കും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ മുടി കെട്ടിവെക്കാൻ പോലും ഇല്ലാതിരിക്കുന്നൊരവസ്ഥയാണ്. മുടി പൊഴിഞ്ഞു പോകുന്നതൊക്കെ ഭയങ്കര സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിന് പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ഡൈ ആണെങ്കിലും പായ്ക്കാണെങ്കിലും മുടി വളരാനുള്ള എണ്ണയൊക്കെ ആണെങ്കിലും അത് അത്ര കണ്ട് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റില്ല. പൈസ പോകുന്നതിലപ്പുറം നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരുവിധമായ ഉപകാരപ്രദമാകുന്നതുമല്ല. അത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കൊച്ചു കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പം ഞാൻ നെല്ലിക്ക 2 എടുത്തിരിക്കുന്നത്. ഒരു നെല്ലിക്ക നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ്. നിത്യ യൗവനം കാത്തു സൂക്ഷിക്കാനും അതുപോലെ തന്നെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. ദിവസം ഒരു നെല്ലിക്ക അതിങ്ങനെ വെറുതെ പച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ അത്രയേറെ ഗുണകരമാണ്. അന്നേരം നമ്മൾ നല്ലൊരു ജ്യൂസാണ് തയ്യാറാക്കുന്നത്. 2 നെല്ലിക്കയും 1 തണ്ട് കറിവേപ്പിലയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർക്കാം. അതുമല്ലെങ്കിൽ ഉപ്പ്. ഞാനിപ്പോൾ ഇതിൽ ഉപ്പാണ് ചേർക്കുന്നത്. ലേശം വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്ന ഈ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ദിവസവും നമുക്ക് കഴിക്കാം. ദിവസവും കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നെല്ലിക്ക 2 എടുക്കുന്നുള്ളൂ. ഒരു ദിവസം 2 നെല്ലിക്ക അല്ലെങ്കിൽ 1 നെല്ലിക്കയൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. യാതൊരുവിധമായ ദോഷവും ഉണ്ടാകത്തില്ല, ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു ജ്യൂസായിട്ട് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ ഈ സമയം നമുക്ക് കുടിക്കാവുന്നതാണ്. ആ ഒരു കറിവേപ്പിലയുടെ ആ ഒരു രുചിയോ അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ അതിനൊരു ചെറിയൊരു മണമുണ്ടല്ലോ, അതൊന്നും മുന്നിൽ നിൽക്കാത്ത നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അന്നേരം നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. ദിവസം കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ 1-2 ദിവസങ്ങളിലോ കുടിക്കാവുന്നതാണ്. നിത്യ യൗവനം കാത്തു സൂക്ഷിക്കാനും മുടി സമൃദ്ധമായിട്ട് വളരാനും മുടി നല്ല കറുപ്പോടെ, നരച്ച മുടിയൊക്കെ കറുത്ത് നല്ല കറുപ്പോടെ കരത്തോടെ വളരാനും ഏറ്റവും അത്യുത്തമമാണ്. താരനും എല്ലാം മാറാൻ ഈ ഒരു ജ്യൂസ് നല്ലതാണ് കേട്ടോ. വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. വലിയ മുതൽ മുടക്കില്ലാത്തതുമാണ്. ഇത് കുടിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മുടിയെ സംബന്ധിച്ച് വീഡിയോകൾ ഇടുന്ന സമയത്ത് വീഡിയോയുടെ താഴെ വരുന്ന ഒരു മെയിനായിട്ടുള്ളൊരു കമൻറ്റാണ്, നീ ഡോക്ടറാണോ ഇതൊക്കെ പറയാൻ. അങ്ങനെയല്ല കേട്ടോ, ഡോക്ടർ ആവണമെന്നൊന്നും ഇല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങൾ പറയാനും വേണ്ടി നമ്മൾ പണ്ട് മുതൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ ഒരു ജ്യൂസ് ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും കൂടെ ഒരുപാട് ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ നല്ല റിസൾട്ട് കിട്ടും. മിക്സിയുടെ ചെറിയ ജാറിൽ നമ്മളൊരു നെല്ലിക്ക അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പേരയിലയാണ് കേട്ടോ. പേരയുടെ തലയിലയും അല്ലാത്തലയും ചേർത്തിട്ടുണ്ട്. കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിനോടൊപ്പം മുരിങ്ങയില. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ സുലഭമായിട്ട് കിട്ടുന്ന ചേരുവകളാണ് നമ്മൾ മിക്ക വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഒരുപാട് രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഡൈ ആണെങ്കിലും മറ്റ് കാര്യങ്ങളും മുടി സംരക്ഷണത്തിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഒരു തൽക്കാലത്തിന് ആ ഒരു നര മാറുമെന്നേ ഉള്ളൂ. പിന്നെ കിളിർത്ത് വരുന്ന മുടികൾ അതുപോലെ തന്നെ നരച്ച് തന്നെ ആയിരിക്കും വരുന്നത്, കറുത്തോടല്ല വരുന്നത്. അന്നേരം കറുപ്പോടെ വരാനും വേണ്ടി നമ്മൾ ഉള്ളിലും എടുക്കണം. അതുപോലെ തന്നെ പുറമെ ഉപയോഗിക്കുന്നത് നാച്ചുറലായിട്ടാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അന്നേരം പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും വേണ്ടി നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന ഫലം നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നമ്മൾ മുരിങ്ങയിൽ ചേർത്തിട്ടുണ്ട്, പനിക്കൂർക്ക ചേർത്തിട്ടുണ്ട്, കറിവേപ്പില എൻ്റെ ഇരിക്കുന്ന കുറച്ച് വാടിപ്പോയി. പിന്നെ പുളിച്ച കഞ്ഞിവെള്ളമാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ. പുളിച്ച കഞ്ഞിവെള്ളം ഉപ്പിടാതായിരിക്കണം ചേർക്കേണ്ടത്. അത് ഒരുപാട് ഗുണകരമാണ്. കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മോഹസൗന്ദര്യം വർദ്ധിക്കാനാണെങ്കിലൊക്കെ നല്ലതാണ്. പ്രത്യേകിച്ച് തലമുടിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല പുളിച്ച കഞ്ഞിവെള്ളം. നല്ലപോലെ അരച്ചിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. അതുകൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളം സ്ഥിരമായിട്ട് നമ്മുടെ തലമുടിയിലും തലയോട്ടിലും തേക്കുകയാണെങ്കിൽ തന്നെ റിസൾട്ട് അറിയാം. നമ്മളീ പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എടുക്കുന്ന ചേരുവകളെക്കുറിച്ച് ഞാൻ വീഡിയോയുടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഡോക്ടറാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാക്കാണെങ്കിൽ ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഓരോ ചേരുവയും. നമ്മളത് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലോട്ട് മൈലാഞ്ചിപ്പൊടിയാണ്, പിന്നെ അതിനോടൊപ്പം നീലയാമരിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു മുടിയുടെ അളവനുസരിച്ച്, ഇപ്പോൾ മൈലാഞ്ചിപ്പൊടി 1 സ്പൂൺ ആണെങ്കിൽ നീലാമ്പരി 2 എടുക്കാം, അല്ലെങ്കിൽ മാരതിന് സമാസമം നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അന്നേരം ഇരുമ്പിൻ്റെ പാത്രം ഇല്ലെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ തയ്യാറാക്കുന്നത് അതിലേക്ക് ഇരുമ്പിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇരുമ്പ് നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ മുടി കറക്കാൻ ഏറ്റവും ഗുണകരമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രം ഉപയോഗിക്കുന്നത്. മിക്ക ആൾക്കാർക്ക് അറിയുന്ന കാര്യമാണ്. ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കാം. ഇനി നമ്മൾ അത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നൊരു പൗഡറാണ്. അന്നേരം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മളിപ്പം ചകിരി ഉണ്ടല്ലോ,
ചകിരി നമ്മൾ കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കരിച്ചിട്ട് ആ ഒരു കരിയെ നമ്മൾ അരിച്ചെടുക്കുന്ന പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കും. അന്നേരം ഒന്നും കൂടെ റിസൾട്ട് കിട്ടും. നല്ലതാണ് ചകിരി കേട്ടോ. തെങ്ങിൻ്റെ ഒന്നും തന്നെ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഇപ്പം ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് തേങ്ങ കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ചകിരിപ്പൊടി ചേർത്തില്ലെങ്കിൽ അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കുറച്ച് മാത്രം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. നമ്മൾ അത്രയും ചകിരി നിന്ന് ഒരു ചെറിയ പൊടി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടെ നമ്മൾ ഇളക്കി നല്ലപോലെ കുറുക്കി വറ്റിച്ചെടുക്കണം. ഇത് ഇന്ന് ഉപയോഗിക്കരുത്, പിറ്റേ ദിവസമാണ് നമ്മളിതെടുത്ത് ഈ ഒരു ഡൈ ഉപയോഗിക്കേണ്ടത്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അന്നേരം നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ നമ്മൾ കുറച്ചൊന്ന് മെനക്കെടണം എന്നേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു തവണ വെച്ച് ഉപയോഗിക്കും. അങ്ങനെ മാസത്തിൽ 4 തവണ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ മാസത്തിൽ ഒരു 2 തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നോർമലായിട്ട് നമ്മുടെ മുടിയിൽ നര മാറി കറുപ്പ് വരുന്നതായിട്ട് കാണാം. അന്നേരം നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകളൊന്നും തന്നെ ഒട്ടും പിന്നിലല്ല. മുടി കറക്കുന്നതിനും അതുപോലെ തന്നെ മുടി പൊഴിച്ചിൽ മാറാനും താരം മാറാനും ചൊറിച്ചിലും മാറാനും പൊഴിഞ്ഞു പോയ മുടിക്ക് പകരമായിട്ട് സമൃദ്ധമായിട്ട് മുടി വളർന്നു വരുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ തേക്കുന്ന പോലെ തന്നെ പുറമെ ഉപയോഗിക്കുന്ന പോലെ തന്നെ പ്രാധാന്യമാണ് ഉള്ളിലോട്ട് ചെല്ലുന്ന കാര്യങ്ങളും അതും കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പം കുറച്ച് വീഡിയോകളൊക്കെ നമ്മളങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് നല്ലപോലെ ആ ഒരു ജലാംശമെല്ലാം വറ്റിയതാണ്ട് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ചൂടാറി പിറ്റേ ദിവസമാണ് നമ്മളിതൊരു ഡൈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നത് കേട്ടോ. എന്നാലാണ് അതൊരു കറക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. അന്നേരം ബാക്കി വന്നിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് നേരിട്ട് നമ്മുടെ തലയോട്ടിലും തലമുടിയിലും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമ്മൾ മുടി വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നരയുള്ളവർക്ക് മാത്രമല്ല, മുടി നമുക്ക് വളരാൻ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ താരൻ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക്, മുടി പൊഴിച്ചിൽ, മുടിയുടെ തുമ്പ് പൊട്ടുന്നത് അവസ്ഥയ്ക്ക് എല്ലാത്തിനും നല്ലൊരു ജ്യൂസാണ് കേട്ടോ. അന്നേരം ഇത് നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ബോട്ടിലിനകത്താക്കിയിട്ട് സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചീപ്പ് പോലെ ഇരിക്കും. അന്നേരം മുടിയുടെ ഓരോ ഇഴകളിലും ഇത് ചെന്നിട്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് മുടി നന്നായിട്ട് വളരാൻ ഏറ്റവും ഉപകാരപ്രദമാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിലെടുത്തിട്ട് വിരലിൻ്റെ തുമ്പ് കൊണ്ട് തലയോട്ടി നല്ല പോലെ മസാജ് ചെയ്യണം. അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഓയിൽ മസാജ് ചെയ്താലും നല്ലതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടാക്കി, നമ്മൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയൊന്ന് ചൂടാക്കിയതിന് ശേഷം തലയൊട്ടിയിൽ നല്ല പോലെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടോ ഒന്ന് മസാജ് ചെയ്തിട്ട് മുടിയിലും എല്ലാം തേച്ചിട്ട് നല്ലപോലെ അത് കഴുകിക്കളയുമ്പം തന്നെ മുടി നല്ലപോലെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ വർദ്ധിച്ച് മുടി നല്ലതായിട്ട് വളരാനും നല്ലതാണ് കേട്ടോ. എനിക്ക് കുറേ വർഷമായിട്ട് PCOD ഉള്ള ഒരാളാണ്. മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നൊരവസ്ഥയ്ക്കും നര കുറയാനും അതുപോലെ തന്നെ മുടിയുടെ തുമ്പ് പൊട്ടുന്ന അവസ്ഥയ്ക്കും മുടി പൊഴിച്ചിലിനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. PCODക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാര രീതിയും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നമ്മുടെ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ കഞ്ഞിവെള്ളമോ മുട്ടയോ തൈരോ അല്ലെങ്കിൽ തേയിലവെള്ളമോ അല്ലെങ്കിൽ സാദാ വെള്ളമോ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് നരയുള്ള ഭാഗത്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ യൂസിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അന്നേരം ഒരു 1.5 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെച്ചതിന് ശേഷം മാത്രം കഴുകിക്കളയുക. ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക 2 ദിവസത്തിന് ശേഷം മാത്രം ഷാമ്പു ഉപയോഗിക്കുക, അല്ലെങ്കിൽ താളി എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.